അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് നേതാക്കൾ തമ്മിൽ തർക്കം. UDF-നുള്ളിൽ കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രി തർക്കത്തിൽ കടുത്ത അതൃപ്തിയുമായി UDF ഘടകകക്ഷികളും കോൺഗ്രസിലെ ഒരു വിഭാഗവും. മുഖ്യമന്ത്രി ആരാണ് എന്നതിനേക്കാൾ ഭൂരിപക്ഷമാണ് പ്രധാനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ദൂരെയുള്ള കടൽ കണ്ട് മുണ്ടുയർത്തിപ്പിടിക്കേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഇതിനിടെ VD സതീശനെതിരെ വിമർശനവുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. മന്നൻ ജയന്തി ഉദ്ഘാടനത്തിന് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതോടെയാണ് മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ വീണ്ടും സജീവമായത്. പിന്നാലെ സതീശനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നതോടെ തർക്കം രൂക്ഷമായി. കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രസ്താവനകളുമായി കളം നിറഞ്ഞതോടെയാണ് ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചത്. മറ്റ് ഘടകകക്ഷികൾക്കും കോൺഗ്രസിനുള്ളിലെ തർക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രസ്താവന തുടർന്നാൽ UDF-നെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് അടക്കം ഇടപെടാനുള്ള സാധ്യതകളും ഏറെയാണ്. അതേസമയം തന്നെ VD സതീശനെതിരെ വിമർശനം ആവർത്തിച്ച വെള്ളാപ്പള്ളിയും രംഗത്തെത്തി. സ്വയം രാജാവാണെന്ന് സതീശൻ കരുതരുത്. VD സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണ്. താൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് അഭിനന്ദിച്ചു. അവർ പറയാൻ ആഗ്രഹിച്ചതാണ് താൻ പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. KPCC പ്രസിഡന്റിനെ ധിക്കരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുമ്പ് ഉണ്ടായിരുന്നിട്ടില്ല. KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ആ മൈക്ക് വാങ്ങി സ്റ്റേജിൽ വെച്ച് തന്നെ സതീശൻ എതിര് പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ മൂലക്കിരുത്തിക്കൊണ്ടല്ല മുന്നോട്ട് പോയത്. K സുധാകരന്റെ പക്വത കൊണ്ടാണ് കോൺഗ്രസ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.